ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പച്ചവെള്ളം കുടിക്കാവൂന്ന് കൊണ്ടുപോയി നിന്റെ ബെഡ്കാപ്പി. എന്നാ നിങ്ങൾ പോയി കുളിച്ചു വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. തീർത്ഥാടനത്തിന് പോകേണ്ടതല്ലേ? വല്ലതും നന്നായിട്ട് കഴിക്കും. അധ്വാനിക്കാതെ കഴിക്കുമ്പോ ആരോഗ്യം നന്നായി കൂടും. ഭക്തവത്സലൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ? അയ്യോ അല്ല. ഭർത്താവിനെ വിശ്വസിക്കരുത്, അമ്മായിമ്മയും നാത്തുമാരും ഉള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോവരുത്. ഹോ, ഉറങ്ങിപ്പോയില്ലായിരുന്നെങ്കി നേരം വെളുക്കുന്നവരെ വിഷം കുത്തിവെച്ചേനെ. രാധമേ, ഇവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിപ്പോയേ? ഇതൊക്കെ ജന്മനാ ഇങ്ങനെ ആയിപ്പോയതാ. ഫുൾ നെഗറ്റീവ്. ദൈവമേ, എന്റെ പ്രിയമോളെ സമ്മതിക്കണം. ഇവരോട് മല്ലിട്ട് നിൽക്കണമെങ്കിലേ ചില്ലറ കഴിവൊന്നും പോരാ. ചേച്ചിയുടെ അടുത്തെ ഇവരുടെ ഒരു അടവും ചെലവാവില്ലെന്ന് തോന്നുക. അത് ഇവിടെ ആയതുകൊണ്ട്. അവരുടെ വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിലേ സ്വസ്ഥ കൊടുക്കൂ. വിഷയം മാറ്റിക്കോ, ദേ വരുന്നുണ്ട്. ചില പലഹാരങ്ങൾ ഉണ്ടാക്കാൻ മോള് പഠിക്കണം. അതൊക്കെ രാധമ്മ പഠിപ്പിച്ചു തരാം. ശരി രാധമേ, എനിക്കെല്ലാം പഠിപ്പിച്ചു തരണം. കൃതിക എപ്പോഴാ എഴുന്നേറ്റത്? ഞാനൊരു 6 മണിയാവും. പിന്നെന്താ ഈ ഭക്ത ഈ സ്വാമിയെ വിളിക്കാതിരുന്നത്? സ്വാമിനി നല്ല ഉറക്കായിരുന്നു, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. അതുമല്ല, എനിക്കിന്നലെ ഉറങ്ങാനേ പറ്റിയില്ല. എന്ത് പറ്റി? മനസ്സിൽ വല്ല ദുഷിച്ച ചിന്തകളും ഉണ്ടായോ? വല്യമ്മ ഭയങ്കര കൂർക്കം വലിയായിരുന്നു. ഈ ട്രെയിൻ പോകുന്ന ശബ്ദത്തിലാ കൂർക്കം വലി. അല്ല, അത് വലിയ മുനിമാരും സന്യാസിമാരും ഒക്കെ അങ്ങനെ കൂർക്കം വലിക്കും. രാധമ്മേ, വേഗം വെള്ളം ചൂടാക്കൂ. എനിക്ക് സ്നാനം ചെയ്യണം. എന്തോന്ന് സ്നാനം? സംസ്കൃതം അറിയില്ലല്ലേ? കുളിക്കണം അതല്ലേ? അതെ, എന്നിട്ട് വേണം എനിക്ക് പൂജ ചെയ്യാൻ. ഇവിടെ വെള്ളം ചൂടാക്കാനേ അടുപ്പൊഴിവില്ല. വ്രതം എടുക്കുന്നവരൊക്കെ ശുദ്ധിയോടെ കുളിക്കേണ്ടതേ വല്ല അമ്പലക്കുളത്തില് വാ. അമ്പലക്കുളത്തിൽ പോയി മുങ്ങ്. ചെല്ല്. ഹലോ, ഞാനാ മുണ്ടക്കിലമ്മേ, അംബിക വർമ്മ. എന്താ വർമാംബികെ? അല്ല, അംബിക വർമ്മ. രാവിലെ മുണ്ടക്കിലമ്മയ്ക്ക് എന്തു പറ്റി? പിച്ചും പേയൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചില വേലകൾ വയ്ക്കും, അതിൽ പലതും എനിക്കിട്ട് തന്നെ തിരിച്ചടിക്കും. ഈ മരം കോച്ചുന്ന മഞ്ഞുള്ള രാവിലെ ഞാൻ അമ്പലക്കുളം തിരക്കി പോവുക കുളിക്കാൻ. തൽക്കാലം ആ കുളിയൊന്ന് മാറ്റിവെക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം അങ്ങ് ചെയ്. എന്താ അംബികേ? ഋതിക അവളുടെ മുറിയിലോ അവളുടെ അലമാരയിലോ ബാഗിലോ മറ്റോ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
അതെന്ത് സാധനം? നോക്കി കണ്ടുപിടിക്കേ, കാണുമ്പോ അത് മനസ്സിലാവും. എന്നിട്ട് ആ സാധനം എത്രയും വേഗം എന്നെ ഏൽപ്പിക്കണം. ശരി അംബിക, ശരി. ഋതികയുടെ അവസാനാവുക. ഇതോടെ അവളുടെ കഥ ഞാൻ തീർക്കും. ഇനി 250 രൂപ തരാനുണ്ട്. എങ്ങനെ അവളുടെ മുറിക്കകത്ത് കയറും? ഇങ്ങേരെന്താന്ന് ആധാരം എഴുതുന്ന? ഇങ്ങേരെ വെട്ടിച്ച് എങ്ങനെ അവളുടെ മുറിയിലേക്ക് കയറും? എന്താണ്? എന്തോ ഒരു ദുരുദ്ദേശമുണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ എന്റെ ഒരു രാമായണം തപ്പി നടക്കുക. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അതുമ്പോ കൈകൊണ്ട് തൊടരുത്. വാൽമീകി മഹർഷി എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ കരട് നോക്കി ഒന്ന് തരും. ഇങ്ങേരു പാഷാണോ? വേറെ വഴി നോക്കാം. ഇത് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? കാണുന്നില്ലല്ലോ നാശം.